ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നാഗസാക്കി ദിനമായതുകൊണ്ട് സഡാക്കോ കോക്ക് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഇതേപോലെ വെള്ള പേപ്പർ എടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പം A4 ഷീറ്റ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, വെള്ള പേപ്പർ വേണമെന്നേ ഉള്ളൂ. വെള്ള പേപ്പറോ കളർ പേപ്പറോ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ വെള്ള പേപ്പറാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ഈ സ്കൂളിൽ കൊടുക്കാനുള്ളതാണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ വെള്ള പേപ്പർ ചെയ്യണം. അതുകൊണ്ട് പിന്നെ വെള്ള പേപ്പർ എടുക്കും. അത് മാത്രമല്ല, എൻ്റെ വെള്ള പേപ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ സെൻറ്ററിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു പേപ്പർ ഇതേപോലെ എടുക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക. പിന്നെ ഇങ്ങനെ ചെയ്തതിൻ്റെ ഇത് താഴെ വന്നിരിക്കുന്ന ഇത് നമുക്ക് കട്ട് ചെയ്തോളാം. ഉണ്ടോ ഗൈസ്? ഇങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ചെയ്യണം ഗൈസ്, കുറച്ചും കൂടി ഇഷ്ടം. എന്നിട്ട് എനിക്ക് ഞാൻ കീറിയിട്ട് കാണിച്ചു തരാവേ. കീറുമ്പോൾ ഈ ഒരു പീസായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത്. അതാണ് ഇങ്ങനൊരു ചരിഞ്ഞൊരു ഇതില്ലേ നമ്മളിങ്ങനെ മടക്കിയേണ്ടേ. ഇങ്ങനെ ഈ ചരിഞ്ഞെടുത്താണ് നമ്മൾ ഈ മടക്കിയേണ്ടത്. അപ്പം അവിടം വെച്ച് സെൻറ്റർ ഇവിടെ ഈ വരയുടെ ഏകദേശം ഒരു സെൻറ്റർ ആക്കി ഇങ്ങനെ തൊടണം. എന്നിട്ട് ഈ വരയില്ലേ ഇവിടെ ഇങ്ങനെ കുഴിച്ചൊരു മാതിരിയാക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടാക്കണം. എന്നിട്ട് നമ്മുടെ ഇങ്ങനെ ആക്കിയിട്ട് തൊട്ടടുത്തുള്ള ഈ ഭാഗത്തോട്ട് ആ ഒരു പീസാക്കി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെ അതേപോലെ തന്നെ മറ്റേ പീസും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കഷ്ടപ്പാടാ, നല്ല എളുപ്പം പോവാം. അങ്ങനെ ഇതേപോലൊരു കണ്ടോ ഇങ്ങനെയും ഇങ്ങനെ ആക്കി എടുക്കണം. പിന്നെ വേണ്ടേ ഇങ്ങനെ വന്നേക്കുന്ന പീസില്ലേ, വേണ്ടേ ഇതിൽ ഇങ്ങനെ വന്നേക്കുന്ന ഈ പീസ് ആ ഭാഗം ഇങ്ങനെ മടക്കാം. അതിന് മുമ്പ് എളുപ്പത്തിന് ഇങ്ങനെ ഇതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പം ദാണ്ട് ഇവിടെ ഇങ്ങനൊരു മാർക്ക് പോലെ നമുക്ക് ചെയ്ത് കിട്ടും. ഇങ്ങനൊരു മാർക്ക്. അപ്പം നമ്മൾ അത് ആ മാർക്കിനോട് അടുത്തായിട്ട് ഇങ്ങനെ കൊണ്ടാക്കണം. അതേപോലെ തന്നെ ഈ സൈഡും ആക്കണം. ഫുള്ളായിട്ട് മടക്കില്ലേ. ഇല്ല ഗൈസ്, ചെറിയൊരു അബദ്ധം പറ്റി. ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കി ഇങ്ങനെ വരും. ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇതാക്കി എടുക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ ഭാഗത്തിട്ട് അപ്പം ഇതിൻ്റെ ഇവിടവും നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് മടക്കാം. അപ്പം ഇങ്ങനെ ഒരു കിട്ടും. ഈ സംഭവമില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പേസിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കാം. ഞാൻ ഇങ്ങനെ ആട്ടോ ആക്കിയേ. എന്നിട്ട് ആ സംഭവം ഇങ്ങനെ നോക്കുക. ഇതിങ്ങനെ നൂത്ത ഭാഗത്തുനിന്ന് തന്നെ ഫസ്റ്റ് ഇങ്ങനെ ആക്കാം. എന്നിട്ട് അവിടുത്തെ ഈ പേപ്പർ ഇങ്ങനെ ആക്കി എടുക്കണം. അതിനായിട്ടാണ് നമ്മൾ ഈ സാധനം മടക്കിയിട്ട് പൊക്കുന്നത്. അതല്ല പിന്നെ ഈ ഭാഗം വെച്ച് വേറെ ആവശ്യം കൂടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ അകത്താണ്ട് ഇങ്ങനെ ഒരു ഇത് കാണുവേ. ഇവിടെ ഇങ്ങനെ ഒരു വര, ആ വരയെന്ന് വെച്ചാൽ പേപ്പർ ആ മടക്കിൻ്റെ പാടാണ്. അതനുസരിച്ച് തന്നെ താണ്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയാക്കി കൊടുക്കണം. ആണ്ടേ ഇങ്ങനെ അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഇപ്പുറത്തുള്ളതും ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി എൻ്റെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് പോകാം. ബാക്ക് സൈഡ് കണ്ട് ഇങ്ങനെ കാണും.
നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ തുറക്കാം. അന്നേരം പറ്റുമൊരു സംഭവം നമുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട്, 2 കാല് പോലെ സർക്കിട്ട്. അത് സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ കീറും. ഈ സ്റ്റെപ്പാണ് കുറേ ടഫ് പോലെ നമുക്ക് തോന്നുന്നത്, പക്ഷേ അറിയാവുന്നവർക്ക് എളുപ്പമാണ്. കണ്ടേ ഇങ്ങനെയാവും. കണ്ടേ നെക്സ്റ്റ് ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് കണ്ട് ഇങ്ങനൊരു ഭാഗം പോലെ കാണാം. അന്നേരം ഒരു ആടിൻ്റെയൊക്കെ മുഖം പോലെ ഒരു സംഭവം കിട്ടുവേ. നല്ല കൊണ്ട് നിർത്തി നല്ലപോലെ 2 സൈഡ് വെക്കാം. അന്നേരം ഇങ്ങനൊരു ഇത് കിട്ടത്തില്ലേ, അതിൽ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കാം, ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഈ ചിറക് പോലെ ഈ സംഭവം നമ്മൾ ചിറകാക്കണം. ഇതാണ് ചിറക്. ഇങ്ങനെ മണ്ടയിലോട്ട് ആക്കാം, ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ ഇതും ഇങ്ങനെ. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നുമല്ല, ഇനി ചെയ്യേണ്ട വലിയ പണിയൊന്നുമില്ല. ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് നല്ല മടക്കാം. പിന്നെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഡോട്ടിനെ കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ കരുതി ഡോട്ട് ഇടാം. അതുകൊണ്ട് സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. മടക്കി അവിടെ കണ്ണായിട്ടൊരു ഡോട്ട് ഇട്ടു. നമ്മുടെ സുഡോക്കു റെഡിയാണ്. ഇതാണ് നമ്മുടെ സുഡോക്കു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബായ്.